നമ്മുടെ സൗഹൃദ മീഡിയ എന്ന് പറഞ്ഞ ഒരു ചേട്ടനല്ലേ, രാത്രി കുളത്തിനടുക്ക പോയിട്ട് അല്ലും തുല്ലും പറയുന്ന ഒരു ചേട്ടൻ. ആ ചേട്ടൻ ഇപ്പോൾ വീട്ടിൽ കൂടി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടിനുള്ളിൽ നിന്നൊരു വീഡിയോ ചേട്ടൻ ഇട്ടിട്ടുണ്ട്. ചേട്ടൻ പറയുന്നത് വളരെ കാര്യമുള്ള കാര്യമാണ്. ആ കാര്യം എന്ത് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറയുന്നത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമ്മൾ സമരത്തിന് ഇറങ്ങണം. സമരത്തിൻ്റെ രീതികളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് തൃശ്ശൂർ ഭരണകൂടത്തിന് മുന്നിൽ കുത്തിയിരിപ്പ്, റിലേ സത്യാഗ്രഹമാണ്. അല്ലാണ്ട് ചേട്ടനൊന്ന് ആദ്യം കുത്തിയിരുന്നൂടെ കുറച്ച്. ഞാൻ കഴിഞ്ഞ ദിവസം ആരോടാ പറഞ്ഞത്, ടെൻഷൻ വിളിച്ചപ്പോൾ പറഞ്ഞതാണ്. മറ്റൊരു സ്ത്രീത്തില്ലേ, പിന്നെ പോലീസിൻ്റെ അന്വേഷണവും റിപ്പോർട്ടും എല്ലാം കഴിഞ്ഞിട്ടും CBI അന്വേഷിക്കണം നേരം പറഞ്ഞിട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാവും പകലും ഇല്ലാതെ കുത്തിയിരിക്കുന്ന ഒരാളില്ലേ, അയാളെ മാതൃകയാക്കിയിട്ട് നിങ്ങളും കുത്തിയിരിക്കണം. ഒരാൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവും പകലും ഇല്ലാതെ കുത്തിയിരിപ്പ്, ഒരു ചെറിയൊരു ഫ്ലക്സൊക്കെ ആക്കിയിട്ട് സെക്രട്ടേറിയറ്റ് മുന്നിലോ അല്ലെങ്കിൽ ജില്ലാ കലക്ടറുടെ ഓഫീസിന് മുന്നിലോ കുത്തിയിരിപ്പ് സമരം നടത്തും. എന്നിട്ടിങ്ങനെ കുറച്ച് അനുഭവിക്കുക, വേറെ എന്താ പറയുക. അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. എന്നാലും ഒരു സമര പരിപാടി, എന്തെങ്കിലും ഒരു സമരം വേണ്ടേ നമുക്ക്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഒരുപാട് ആൾക്കാർ പല ഐഡിയാസുകളും വരുന്നുണ്ട്. എന്തായാലും നിയമത്തിൻ്റെ വഴി ഇവർക്ക് പറ്റില്ല. കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്ന വക്കീലെ വെക്കാം. പക്ഷേങ്കിൽ ഇവർക്ക് നിയമപരമായിട്ട് ഇവരെന്താണോ ചെയ്യേണ്ടത്, ക്ലെയിം പെറ്റീഷൻ ഇടാനോ FIR ഇടാനോ ഒന്നും പറ്റില്ല. ഇവർക്ക് ഇപ്പം പൈസ വേണം. കേസ് കൊടുത്തു കഴിഞ്ഞാൽ ലേറ്റ് ആവുമെന്ന് പറയുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രീനേൻ്റെ പോയിട്ട് വാങ്ങാറുണ്ട്. ശ്രീനേൻ്റെ പോയി വാങ്ങിയവരൊക്കെ മാല ഊരി കൊടുത്തിട്ടും വള ഊരി കൊടുത്തിട്ടുമൊക്കെ ഉണ്ടായിരുന്നു. സങ്കടം കണ്ടപ്പോൾ ശ്രീന കഴുത്തിലെ മാല ഊരിക്കൊടുത്തു, കയ്യിലെ മോതിരം ഊരിക്കൊടുത്തു, വള ഊരിക്കൊടുത്തു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഊരിക്കൊടുക്കാൻ ഒന്നുമില്ല, ചന്തുവിൻ്റെ കയ്യിലൊന്നുമില്ല.